ഹായ് ഹലോ എല്ലാവർക്കും പ്ലസ് ടു കാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ ടി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ലൈവ് സീരീസുകളിലായിട്ട് നമ്മൾ CUET UG വരുന്ന സ്ട്രീമുകളുടെയൊക്കെ സിലബസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോമേഴ്സ് സ്ട്രീമിൽ വരുന്ന സബ്ജക്റ്റുകളുടെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്തു. അതിന് മുന്നേ നമ്മൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടേത് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സയൻസ് സബ്ജക്റ്റുകളുടെ സിലബസ് എന്താണ്, CUET എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈവ് സെഷനിലൂടെ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ സബ്ജക്റ്റുകളിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ CUET UGയിൽ വരുന്ന സയൻസിൽ വരുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ നമുക്ക് ബയോളജി എന്ന് പറയുന്ന പേപ്പറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വേറെ കോമ്പിനേഷൻസിൽ വരുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ഉണ്ട്. ബയോളജി, ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ഇത്രയും പേപ്പേഴ്സിൽ വരുന്ന സെയിം സിലബസ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് യൂണിറ്റ് 1 റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇങ്ങനെ 4 ഏരിയാസ് ആണ് പറയുന്നത്. ആ 4 ഏരിയാസിൻ്റെ അണ്ടറിലും സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള സബ് ഏരിയാസും പറയുന്നുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, അതിൻ്റെ അണ്ടറിൽ റീപ്രൊഡക്ഷൻ എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓൾ ഓർഗാനിസംസ് ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് സ്പീഷീസ് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ഏരിയാസും തന്നെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് 2 ആയിട്ട് പറയുന്നത് ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ അതിൽ നമുക്ക് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ, ഈ ഒരു 3 ഏരിയ ആണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുള്ളത്. ആ 3 ഏരിയൻ്റെ അണ്ടറിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേരിയസ് ആയിട്ടുള്ള സബ് ഏരിയാസും കാണുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 3 ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ആ ഒരു ചാപ്റ്ററിൽ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, 3 സബ് ഏരിയാസ് ആണ് പറയുന്നത്. ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. പിന്നെ യൂണിറ്റ് 4 ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് അതിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബയോടെക്നോളജി, principles and process of biotechnology, application of biotechnology in health and agriculture, application of biotechnology in health and agriculture. ഒരു 2 ഏരിയ ആണ് ആ ഒരു 4 ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 5 ഇക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ്. ഇക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് 4 സബ് ഏരിയാസ് ആണ് പറയുന്നത്. Organisms and environment, organisms and environment, ecosystems, biodiversity and its conservation, biodiversity and its conservation, environmental issues, environmental issues. അങ്ങനെ നമുക്ക് CUETയിൽ 5 ചാപ്റ്റേഴ്സ് ആണ് മൊത്തത്തിൽ, 5 യൂണിറ്റ്സ് ആണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിലെയും പ്ലസ് 1ലെയും ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഓരോ ഏരിയാസും വെച്ചിട്ടാണ് ഈ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ ഒരു സിലബസ് എടുക്കുന്നത് നമ്മുടെ CUET സമർത്ത് UG എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് summer.ac.in നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് നോക്കാം, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രിയിൽ യൂണിറ്റ് 1 സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് കുറച്ച് സബ് ഏരിയാസ് പറയുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ബൈൻഡിങ് ഫോഴ്സസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ബൈൻഡിങ് ഫോഴ്സസ്.
അതിൻ്റെ സബ് ഏരിയാസ് ആയിട്ട് നമുക്ക് മോളിക്കുലാർ, ഐക്കോണിക് കോവലൻറ്റ് ആൻഡ് മെറ്റാലിക് സോളിഡ്സ്, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിറ്റോ ഇട്ടിട്ട് നമുക്ക് ഓരോ സബ് ഏരിയാസ് പറയുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 2 ആയിട്ട് സൊല്യൂഷൻസ്. യൂണിറ്റ് 2 സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൽ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്, the solubility of gases in liquids, solid solutions, colligative properties, the relative lowering of vapor pressure, Rolle's law, elevation of BP, depression of freezing point, osmotic pressure, determination of molecular masses using colligative properties, abnormal molecular mass, Van Hoff factor. ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് യൂണിറ്റ് 2 സൊല്യൂഷൻസിൽ പറയുന്നത്. പിന്നെ നമുക്ക് യൂണിറ്റ് 3 ആണ് ഇലക്ട്രോ കെമിസ്ട്രി. യൂണിറ്റ് 3 ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ആണ് കെമിസ്ട്രിയിൽ വരുന്ന 3rd ചാപ്റ്റർ. അതിൽ നമുക്ക് റെഡോക്സ് റിയാക്ഷൻസ്, കണ്ടക്റ്റൻസ് ഇൻ ഇലക്ട്രോളിക് സൊല്യൂഷൻസ്, സ്പെസിഫിക് ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വേരിയേഷൻസ് ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് അങ്ങനെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഏരിയാസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് 4th യൂണിറ്റ് കെമിക്കൽ കൈനറ്റിക്സ്. 4th യൂണിറ്റ് ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സ്. അതിൽ കുറച്ച് സബ് ഏരിയാസ് പറയുന്നുണ്ട്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്സ് ഓഫ് റിയാക്ഷൻ, അങ്ങനെ പിന്നെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഓർഡർ, പിന്നെ റേറ്റ് ലോ, അങ്ങനെ കുറച്ച് ഏരിയാസ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് 4ൽ പറയുന്നുണ്ട്. പിന്നെ സർഫസ് കെമിസ്ട്രി. യൂണിറ്റ് 5 സർഫസ് കെമിസ്ട്രി. അതിൽ അഡ്സോർപ്ഷൻ ആണ് പറയുന്നത്, ഫിസിയോപ്ഷൻ ആൻഡ് കെമിസോപ്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ് ഓൺ സോളിഡ്സ്, പിന്നെ കാറ്റലിസ്റ്റ്, ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ്, ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി, എൻസൈം കാറ്റലിസ്റ്റ്, കൊളോയിഡൽ സ്റ്റേറ്റ്, ഇങ്ങനെ കുറച്ച് ഏരിയാസാണ് നമുക്ക് സർഫസ് കെമിസ്ട്രിയിൽ പറയുന്നുള്ളത്. പിന്നെ യൂണിറ്റ് 6 ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്. അങ്ങനെ അതാണ് നമുക്ക് ചാപ്റ്റർ 6 പറയുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ, കോൺസെൻട്രേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇലക്ട്രോളിക് മെത്തേഡ് ആൻഡ് റീഫൈനിങ്, occurrence and principles of extraction of aluminum, copper, zinc and iron. ഇത്രയും ഒരു സബ് ഏരിയാസ് ആണ് നമുക്ക് യൂണിറ്റ് 6 ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ യൂണിറ്റ് 7 നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. യൂണിറ്റ് 7 ആയിട്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് പറയുന്നത്. അതിൽ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് എന്ന് പറയുന്ന അതിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പിന്നെ ഒക്കറൻസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റസ്, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ്, അതിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷന്, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ ഗ്രൂപ്പ് 17 എലമെൻറ്റ്സിൻ്റെയും ഗ്രൂപ്പ് 18 എലമെൻറ്റ്സിൻ്റെയും ജനറൽ ഇൻട്രൊഡക്ഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്കറൻസ്, ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ്, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റ് 7ൽ വരുന്ന മെയിൻ ആയിട്ടുള്ള സബ് ഏരിയാസ്. പിന്നെ നമുക്ക് യൂണിറ്റ് 8ൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബ്ലോക്കിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്കറൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്, ജനറൽ ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ്, അങ്ങനെ കുറച്ച് ഏരിയാസ് വേറെയും നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ യൂണിറ്റ് 9 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ്, പിന്നെ കോർഡിനേഷൻ നമ്പർ, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഷേപ്സ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 10 ആണ് വരുന്നത്. യൂണിറ്റ് 10ൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൈനസ്. ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരൈൻസ്, യൂസസ് ആൻഡ് എൻവയൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് അയോഡോഫോം. പിന്നെ നമുക്ക് യൂണിറ്റ് 11 വരുന്നുണ്ട്. യൂണിറ്റ് 11ൽ നമുക്ക് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്,
ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 11 വരുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പിന്നെ അതുപോലെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ്, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും നോക്കാനുള്ളത്. പിന്നെ നമുക്ക് യൂണിറ്റ് 12 ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു ആസിഡിക് നേച്ചർ, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 12 നമുക്ക് വരുന്നത്. പിന്നെ യൂണിറ്റ് 13 ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ. ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ, അതിൽ അമീൻസ്, സയനൈഡ്സ് ആൻഡ് ഐസോസയനൈഡ്സ്, പിന്നെ ഡൈസോണിയം സോൾട്ട്സ്, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ്, ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി, ഇതൊക്കെയാണ് നമുക്ക് യൂണിറ്റ് 13 വരുന്ന സബ് ഏരിയാസ്. പിന്നെ നമുക്ക് യൂണിറ്റ് 14 വരുന്നുണ്ട്, ബയോ മോളിക്യൂൾസ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റ് 14 ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ഹോർമോൺസ്, എലമെൻ്ററി ഐഡിയ, വൈറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇതൊക്കെയാണ് യൂണിറ്റ് 14 നമുക്ക് വരുന്നത്. പിന്നെ യൂണിറ്റ് 15 ആണ്. യൂണിറ്റ് 15 ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് 15 പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിൽ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്, മെത്തേഡ്സ് ഓഫ് പോളിമറൈസേഷൻ, കോ പോളിമറൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് യൂണിറ്റ് 16 നമുക്ക് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ്. കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ്, അതിൽ നമുക്കൊരു 3 സബ് ഏരിയാസ് പറയുന്നുണ്ട്. കെമിക്കൽസ് ഇൻ മെഡിസിൻസ്, കെമിക്കൽസ് ഇൻ ഫുഡ്, ക്ലെൻസിങ് ഏജൻറ്റ്സ്, ഇങ്ങനെ ഒരു 3 സബ് ഏരിയാസ് ആണ് പറയുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ പേര് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും തോന്നുന്നു. കെമിക്കൽസ് ഇൻ മെഡിസിൻ, കെമിക്കൽ ഇൻ ഫുഡ്, അതുപോലെ തന്നെ ക്ലെൻസിങ് ഏജൻറ്റ്സ്, ഇത്രയുമാണ് നമുക്ക് മൊത്തം 16 ചാപ്റ്റേഴ്സ് ആണ്, 16 യൂണിറ്റ്സ് ആണ് CUET കെമിസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മൾ ഫോളോ ചെയ്തതാണെങ്കിൽ CUET കെമിസ്ട്രി എക്സാം നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു പേപ്പർ നോക്കാം. കെമിസ്ട്രി കഴിഞ്ഞു, ഇനി നമുക്ക് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൽ സെക്ഷൻ എയിൽ നമുക്ക് കുറച്ച് ഒരു 4 ഏരിയാസ് വരുന്നുണ്ട്. ഓൾജീബ്ര, കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ്, അങ്ങനെ നമുക്കൊരു 6 ഏരിയാസ് ആണ് സെക്ഷൻ എയിൽ വരുന്നത്. പിന്നെ സെക്ഷൻ B1 മാത്തമാറ്റിക്സ്, അതിൽ നമുക്ക് യൂണിറ്റ് 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, യൂണിറ്റ് 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതിൽ 2 ഏരിയാസ് പറയുന്നുണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. പിന്നെ യൂണിറ്റ് 2 ഓൾജിബ്ര, അതിൽ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ആ ഒരു 2 ഏരിയ ആണ് പറയുന്നത്. ഓൾജിബ്ര എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് 2 നമുക്ക് മെട്രിക്സും അതുപോലെ തന്നെ ഡിറ്റർമിനൻസും ആണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 3 കാൽക്കുലസിൽ നമുക്ക് ഫസ്റ്റ് സബ് ഏരിയ ആയിട്ട് വരുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ സെക്കൻഡ് ഏരിയ ആയിട്ട് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. പിന്നെ യൂണിറ്റ് 3 അല്ല, ആ ഒരു യൂണിറ്റ് 3 തേർഡ് പോയിന്റ് ഇൻ്റഗ്രൽസ് ആണ് അതിൽ ഒരു സബ് ഏരിയ ആയിട്ട് വരുന്നത്. പിന്നെ ഫോർത്ത് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ദ ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത്രയാണ് നമുക്ക് ആ ഒരു തേർഡ് ചാപ്റ്ററിൽ വരുന്ന 5 ഏരിയാസ്. പിന്നെ യൂണിറ്റ് 4 വെക്ടേഴ്സ് ആൻഡ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. യൂണിറ്റ് 4 പറയുന്നത് വെക്ടേഴ്സ് ആൻഡ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. അതിൽ നമുക്ക് ഒരു 2 സബ് ഏരിയ ആണ് പറയുന്നത്, വെക്ടേഴ്സ് അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ ജിയോമെട്രി. പിന്നെ യൂണിറ്റ് 5 ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ യൂണിറ്റ് 6 പ്രോബബിലിറ്റി.
ഈ ഒരു ചാപ്റ്റേഴ്സിൽ ലീനിയർ പ്രോഗ്രാമിംഗിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, റിലേറ്റഡ് ടെർമിനോളജി സച്ച് ആസ് കോൺസ്ട്രെയിൻസ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒപ്റ്റിമൈസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്, LP, അതിൻ്റെ പ്രോബ്ലംസ്, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LP, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പ്രോബബിലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് തിയോറം ഇൻ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ടോട്ടൽ പ്രോബബിലിറ്റി, ഇത്രയാണ് വരുന്നത്. പിന്നെ സെക്ഷൻ B2 അപ്ലൈഡ് മാത്തമാറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 1 നമ്പേഴ്സ്, ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ന്യൂമറിക്കൽ അപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് ഏരിയ ആയിട്ട് നമുക്ക് പറയുന്നത് മൊഡ്യൂളോ അരിത്തമെറ്റിക്, കോൺഗ്രുവൻസ് മൊഡ്യൂളോ, അലിഗേഷൻ ആൻഡ് മിക്സ്ചർ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, പൈപ്സ് ആൻഡ് സൈറ്റേൺസ്, റേസസ് ആൻഡ് ഗെയിംസ്, പാർട്ട്ണർഷിപ്പ്, ന്യൂമറിക്കൽ ഇനീക്വാലിറ്റീസ്. പിന്നെ യൂണിറ്റ് 2-ൽ നമുക്ക് 2 സബ് ഏരിയാസ് പറയുന്നുണ്ട്. ഓൾജീബ്രയിൽ മെട്രിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് അമാട്രിക്സ്, സിമ്മട്രൈസ് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മാട്രിക്സ്. പിന്നെ നമുക്ക് യൂണിറ്റ് 3 പറയുന്നത് കാൽക്കുലസ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതിൽ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ യൂസിങ് ഡെറിവേറ്റീവ്സ്, മാക്സിമ ആൻഡ് മിനിമ. പിന്നെ യൂണിറ്റ് 4 അതിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് ഏരിയ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് ഏരിയ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, തേർഡ് ഏരിയ ആയിട്ട് വേരിയൻസ്. പിന്നെ യൂണിറ്റ് 5 ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം ബേസ്ഡ് ഡേറ്റ, ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം ബേസ്ഡ് ഡേറ്റ. അതിൽ 3 സബ് ഏരിയ വരുന്നുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ടെസ്റ്റ് ആൻഡ് അഡിക്വസി ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. പിന്നെ നമുക്ക് യൂണിറ്റ് 6 ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം ബേസ്ഡ് ഡാറ്റ. അതിൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ, പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിഫറൻസസ്. പിന്നെ യൂണിറ്റ് 7 ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം ബേസ്ഡ് ഡാറ്റ, ടൈം സീരീസ്, കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് ഫോർ യൂണിവേരിയേറ്റ് ഡാറ്റ. പിന്നെ യൂണിറ്റ് 8 ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ്, അതിൻ്റെ സിങ്കിങ് ഫണ്ട്സ്, വാലുവേഷൻ ഓഫ് ബോണ്ട്സ്, കാൽക്കുലേഷൻ ഓഫ് EMI, ലീനിയർ മെത്തേഡ് ഓഫ് ഡെപ്രിസിയേഷൻ. പിന്നെ യൂണിറ്റ് 9 ആയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ്, LP, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LP യൂണിറ്റ് 9 ആയിട്ട് പറയുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ടെർമിനോളജി, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, different types of linear programming problems, graphical method of solution for problems in 2 variables, feasible and infeasible regions, feasible and infeasible solutions, optimal feasible solution. ഇത്രയുമാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് സയൻസ് സബ്ജക്റ്റായിട്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഓക്കെ, ഫിസിക്സിൽ നമുക്ക് യൂണിറ്റ് 1 ആയിട്ട് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിൽ കുറച്ച് സബ് ഏരിയാസ് പറയുന്നുണ്ട്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദെയർ കൺസർവേഷൻ, കൊളംബസ് ലോ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇങ്ങനെ കുറച്ച് സബ് ഏരിയാസ് ആണ് യൂണിറ്റ് 1-ൽ പറയുന്നത്. പിന്നെ നമുക്ക് യൂണിറ്റ് 2 കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറണ്ട്, the flow of electric charges in a metallic conductor, drift velocity and mobility, carbon resistors, the internal resistance of a cell. Okay, പിന്നെ നമുക്ക് യൂണിറ്റ് 3 ആയിട്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം, concept of the magnetic field, Ampere's law and its applications to infinitely long straight wire, force on a current carrying conductor in a uniform magnetic field. പിന്നെ carrying conductors, current loop as a magnetic dipole and its magnetic dipole moment, para, dia and ferromagnetic substances, factors affecting their strengths, permanent magnets. ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 3-ൽ വരുന്നത്.
പിന്നെ യൂണിറ്റ് 4 ആയിട്ട് നമുക്ക് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്സ്. അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ്സ് ഇതൊക്കെ തന്നെയാണ് ആ ഒരു ചാപ്റ്ററിലെ സബ് ഏരിയാസ് ആയിട്ട് വരുന്നത്. പിന്നെ യൂണിറ്റ് 5 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിൽ നീഡ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, transverse nature of electromagnetic waves, electromagnetic spectrum, including elementary facts about their uses. പിന്നെ യൂണിറ്റ് 6 പറയുന്നത് ഒപ്റ്റിക്സ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മൈക്രോസ്കോപ്സ് ആൻഡ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്, വേവ് ഒപ്റ്റിക്സ്, proof of laws of reflection and refraction using Huygens principle, interference, diffraction due to a single slit, resolving the power of microscopes and astronomical telescopes. പിന്നെ നമുക്ക് യൂണിറ്റ് 7 ആണ്. അതിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പിന്നെ മാറ്റർ വേവ്സ്, ഇങ്ങനെ 2 സബ് ഏരിയാസ് ആണ് യൂണിറ്റ് 7 നമുക്ക് വരുന്നത്. പിന്നെ യൂണിറ്റ് 8 ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ അതിൽ നമുക്ക് ആൽഫ, റേഡിയോ ആക്ടിവിറ്റി, അങ്ങനെ 2 സബ് ഏരിയാസും അതിൻ്റെ അണ്ടറിൽ കുറച്ച് പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ബോർ മോഡൽ, എനർജി ലെവൽസ്, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ യൂണിറ്റ് 9 ആയിട്ട് ഇലക്ട്രോണിക് ഡിവൈസസ്. യൂണിറ്റ് 9 ഇലക്ട്രോണിക് ഡിവൈസസ്. അതിൽ നമുക്ക് എനർജി ബാൻഡ്സ് ആൻഡ് സോളിഡ്സ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡയോഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്, ഇങ്ങനെ കുറച്ച് ഏരിയാസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന യൂണിറ്റ് 9 പറയുന്നത്. പിന്നെ യൂണിറ്റ് 10 കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. യൂണിറ്റ് 10 ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ് പറയുന്നത്. അതിൽ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ബാൻഡ്വിഡ്ത്ത് ഓഫ് സിഗ്നൽസ്, ബാൻഡ്വിഡ്ത്ത് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം, പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, സ്കൈ ആൻഡ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, need for modulation, production and detection of an amplitude modulated wave. ഇത്രയാണ് നമുക്ക് 10 യൂണിറ്റ്സ് ആണ് ഫിസിക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് CUET എങ്ങനെയാണ്, എത്ര ഏരിയാസ് ആണ് നോക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് നമ്മൾ CUET വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതില്ല എന്നൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ വെബ്സൈറ്റ് ഇതാണ്, CUET.UG.Samarth.ac.in. ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആ ഒരു ഹോം പേജിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് സിലബസ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാൻ വേണ്ടി പറ്റും. ആ ഏരിയയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് CUET UGയിലുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും സിലബസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ +2 റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് CUETയിലേക്കൊക്കെ പോകുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന നമ്മുടെ ലൈവ് സീരീസാണ് +2കാർ. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ +2കാർ ലൈവ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ യുവർ കപ്പ് ഓഫ് ടീ എന്നുള്ള പേരിൽ ഒരു ലൈവ് സീരീസ് ആയിട്ടും, GK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആഴ്ചയിലെയും GK അപ്ഡേഷൻസും നമ്മൾ GK ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ലൈവ് സീരീസ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലൈവ് സീരീസുകളിലൂടെയൊക്കെ പോകുന്നത്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനും അതുപോലെ ആവശ്യം ഉള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു CUET എക്സാമിന് എങ്ങനെയാണ് നമ്മുടെ സിലബസ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലൈവ് സീരീസിലൂടെ നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായിട്ട് 3 എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൻ്റെ ഓരോ സബ്ജക്റ്റുകളുടെയും സിലബസ് നമ്മൾ അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കോമേഴ്സ് സബ്ജക്റ്റുകളുടെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ സയൻസ് സബ്ജക്റ്റുകളുടെ സിലബസ് അനലൈസ് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു ലൈവ് സീരീസ് എന്തായാലും നിങ്ങൾക്ക് സിലബസിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലെയുള്ള
+2 റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.